തോന്നുന്നു. അത് കടന്ന് പ്രതികരിക്കാൻ വടക്കേപ്പുറത്തെ പ്രദേശത്ത് ഇതിനു മുമ്പ് അങ്ങനെ വരുന്നുണ്ടായിരുന്നു. അതുപോലെ ഈ നാലാമ്പോക്ക് ഇവിടെ ഉരുളുകൊണ്ടിയ സ്ഥലത്ത് കഴിഞ്ഞ ആഴ്ച അതിന്റെ മുകളിലായിട്ട് കഴിഞ്ഞ പ്രാവശ്യം കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പത്രത്തിലൊക്കെ വന്നായിരുന്നു. ഇപ്പൊ കടൂർ സിറ്റി കിടന്നു, കാളിയാർ പുഴയും കിടന്നു, കാളിയാർ പുഴയ്ക്ക് അക്കരയും കിടന്നു. അതെ, പയ്യാവുന്ന സ്ഥലത്തെത്തി. കാരണം ഇവിടെ വെള്ളമില്ലാന്ന് പറഞ്ഞത്, ഇവിടെ ഫെൻസിങ് ഇട്ടേക്കാണ് വെള്ളം ബ്ലോക്ക് ആയത് കാരണം. ഇപ്പൊ കാളിയാർ പുഴയിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. പൈനാപ്പിൾ കൃഷി, വാഴ കൃഷിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ കാരണം ആ പാര കയറിയ സ്ഥലങ്ങളിൽ മൊത്തം പൈനാപ്പിൾ തോട്ടമാണ്. ഇഷ്ടംമാതിരി ചക്കയും എല്ലാം ഉള്ള സ്ഥലം. അതൊന്നും നശിപ്പിച്ചിട്ടില്ല. ഈ പോയ വഴികളിലൊന്നും ഒരു നാശനഷ്ടം ഉണ്ടാക്കിയില്ല. ഈ മതിലടിച്ച് കയറി പോകുന്നുള്ളൂ. ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ആന കിടന്നൊന്നൊരിക്കൽ നമ്മുടെ അയൽവാസിയായ സുഹൃത്തിന്റെ കോഴിഷെഡ് ആന തകർത്തിട്ടാണ് പോകുന്നത്. സൈഡ് മൊത്തം കോഴി ഫാം മൊത്തം ആന തള്ളിക്കളഞ്ഞു. ഒരു കാലത്ത് ഇവിടെ ആന വരാത്തതാണ്. 42 വർഷത്തോളമായി നമ്മളിവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു ആന ഭീഷണി ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ആനയുടെ സ്ഥിരം ഭീഷണിയാണ്. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ യാതൊരു നിവൃത്തിയില്ല. റബ്ബർ കൃഷി ചെയ്യുന്ന ഒരു കർഷകനാണ് ഞാൻ. എൻ്റെ സുഹൃത്തിന് റബ്ബർ ചവിട്ടിപ്പെടുത്തി 3 റബ്ബർ മുകളിൽ പെടുത്തിയിരിക്കുക. ഈ തോട്ടത്തിനാണ് നമുക്ക് 64-65 കാലഘട്ടത്തിൽ ഇത് വെരിഫിക്കേഷൻ ആദ്യത്തെ കഴിഞ്ഞു പോയതാണ്. ഇതുവരെ പട്ടയം കിട്ടാത്ത സ്ഥലമാണ്. എനിക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇല്ല. ഇവിടെ പട്ടയത്തിനോട് എന്തോ ഒരു സമരം നടത്തി 2 സർക്കാരുകളും ചവിട്ടിക്കൊണ്ടിരിക്കുക. ഒരു മനുഷ്യനും ഒരു രീതിയിൽ ജീവിക്കാൻ ഇവിടെ യാതൊരു നിവൃത്തിയില്ല. ആന നേരത്തെ കയറ്റിവിട്ടത് ഞാൻ എൻ്റെ കൂട്ടത്തിലാണ് ഫോറസ്റ്റുകാരൻ. ഞാനാണ് ഫോറസ്റ്റുകാരനെ ഇവിടെ കൊണ്ട് നിർത്തി. ഇവിടെ വഴി ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞാണ്. ഞാൻ ഈ ദേശവാസിയാണ്, ഞാൻ ഇവിടുത്തുകാരനാണ്. ഇതിന് തൊട്ട് അടുത്ത് റോഡ് ബ്ലോക്ക് ചെയ്യാൻ സാറിനോട് സാർ അവിടെ ബ്ലോക്ക് ചെയ്യാൻ കൂടി എന്നതിന് ശേഷമാണ് ഇവിടെ മൊത്തം ജനങ്ങൾ ഒന്നിച്ച് കൂടിയിട്ട് കാര്യമില്ല. ഈ ദേശത്ത് വസിക്കുന്ന ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വേണം ഇതിനൊരു കാര്യങ്ങൾ ചെയ്യാൻ. അതിനറിവില്ലാത്തവരെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. ഇവിടെ ഉള്ളവര് കൂടെ ഉണ്ടെങ്കിൽ, ഹെൽപ്പിനുണ്ടെങ്കിൽ ഈ ആനയ്ക്ക് പോകാനുള്ള ചാല അവർക്ക് അറിയാം, ആന വരുന്ന ചാല അറിയാം. അവർ ആന കയറി ഇവിടെ സഹായിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ആന നാട്ടിലേക്ക് പോകണ ശല്യം ഉണ്ടാക്കുന്ന ആരും ആഗ്രഹിക്കുന്നില്ല. ആദ്യമായിട്ടല്ല, ഇപ്പൊ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ആന വരുന്നത്. കടവൂര് ടൗണിനപ്പുറത്തേക്ക് ആദ്യമായിട്ടാണ് ആന വരുന്നത്. ഇന്ന് രാവിലെ 4:30 മണിക്ക് ഇവിടെ പതിക്കൂട് തോട്ടം എന്ന് പറയുന്ന തോട്ടത്തിൽ ആന ഉണ്ടായിരുന്നു അറിഞ്ഞിട്ട് പോയ ആളാണ് ഞാൻ. ഈ ആനയ്ക്ക് പോകാൻ ഒരു വഴിച്ചാൽ തെളിച്ചു കൊടുക്കണം. പൊതുജനങ്ങൾ വേണം. പൊതുജനങ്ങൾ ഇല്ലെങ്കിൽ ഫോറസ്റ്റുകാർ മാത്രം വന്നാൽ ഒരു കാര്യമില്ല. ആന കയറി പോകില്ല. അവർക്ക് ഇവിടുത്തെ വഴിയും കാര്യങ്ങളും അറിയുള്ളൂ. ഈ നാട്ടുകാർക്കും കിടിക്കണം. പൊതുജനങ്ങളും സംഘടിച്ച ഫോറസ്റ്റുകാരുണ്ടെങ്കിൽ മാത്രമേ